ഹായ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, രാത്രി ഒരു 2 മണിയായി കാണും. നമ്മൾ നല്ല ഉറക്കത്തിലുമാകാം. പെട്ടെന്ന് കുഞ്ഞ് അലറിക്കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നു. നമ്മൾ ഉറക്കം തൂങ്ങി എഴുന്നേറ്റ് കുട്ടിയെ തോളിയിട്ട് താലോലിക്കുമ്പോൾ അവർ നമ്മുടെ തോളിലോ കയ്യിലോ ഒക്കെ ആഞ്ഞ് കടിക്കാൻ ശ്രമിക്കുന്നതും കാണാം. അവരുടെ വായിൽ ഒന്ന് തൊട്ടു നോക്കുമ്പോൾ മോണം നന്നായി ചുവന്നിട്ടുണ്ടാകും. ചെറിയൊരു വീക്കവും ചിലപ്പോൾ കാണാം. കുഞ്ഞ് വീണ്ടും വീണ്ടും വിരൽ വായിൽ വെച്ച് കരയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് വല്ലാത്തൊരു സങ്കടവും ടെൻഷനും തോന്നുമല്ലേ? ഇത് ഇനി എത്ര ദിവസം വരെ ഇങ്ങനെ തുടരും? ആ പല്ലൊന്ന് മുളച്ചാൽ ഈ വേദന കുറയുമോ? എന്തെങ്കിലും മരുന്ന് കൊടുക്കണോ? ഡോക്ടറെ കാണിക്കണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാറില്ലേ? ഞാൻ സയ്യിദ് മുഹമ്മദ് മുബഷീർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളുടെ പല്ല് മുളക്കുമ്പോഴുള്ള വേദന അഥവാ ടീത്തിങ് പെയിൻ പൂർണ്ണമായി മനസ്സിലാക്കി എങ്ങനെ മരുന്നുകളില്ലാതെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന 8 ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങൾ വഴി എങ്ങനെ മാറ്റാമെന്നുമാണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിക്കും. എന്ത് ചെയ്യാം, എന്ത് ചെയ്യരുത്, എപ്പോൾ ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഈ സമയത്ത് കുട്ടിയുടെ ശരീരത്തിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുട്ടികൾക്ക് 20 പ്രൈമറി പല്ലുകൾ മുളക്കും. മോണയിലെ മാംസം തുളച്ച് ഒരു പല്ല് പുറത്തേക്ക് വരുമ്പോൾ ആ ഭാഗത്ത് വലിയ നീർക്കെട്ടും അസ്വസ്ഥതയും ഉണ്ടാകാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ വിസ്ഡം ടൂത്ത് അതായത് വിവേക പല്ല് വരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം വേദന ഉണ്ടാകാറുണ്ട്. അതിലും വലിയ അസ്വസ്ഥതയാണ് ഒന്നും പറയാൻ കഴിയാത്ത ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത്. ഇനി ഈ ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾ പുറത്ത് കാണിക്കുന്ന ചില ലക്ഷണങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന ചില ഉദാഹരണങ്ങൾ ഞാൻ പറയട്ടെ. ഒന്നാമതായി, അമിതമായി ഉമിനീർ ഒലിപ്പിക്കും. കുഞ്ഞിൻ്റെ ഉടുപ്പും നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ തോളും എപ്പോഴും നനഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ദിവസം 5-6 ബിബുകൾ മാറ്റേണ്ടി വരുന്നത് പല്ല് വരുന്ന സമയത്ത് സാധാരണയാണ്. രണ്ടാമതായി, കയ്യിൽ കിട്ടുന്നതെല്ലാം കടിക്കുക. TV റിമോട്ട്, അമ്മയുടെ വിരൽ, മൊബൈൽ ഫോൺ, എന്തിന് നമ്മുടെയൊക്കെ താടിയല് വരെ കടിക്കാൻ വരുന്നത് പല്ല് വരുന്നതിൻ്റെ അസ്വസ്ഥത കുറക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പ്രഷർ കിട്ടുമ്പോൾ അവർക്കൊരു ആശ്വാസം കൂടിയാണ്. മൂന്നാമതായി, ഭക്ഷണം കഴിക്കാനുള്ള മടി. അതുവരെ വളരെ ഇഷ്ടത്തോടെ ആസ്വദിച്ച് കഴിച്ചിരുന്ന കുറുക്കോ പഴങ്ങളോ കാണുമ്പോൾ തന്നെ മുഖം തിരിക്കുകയോ തുപ്പിക്കളയുകയോ ചെയ്യുന്നത് മനോവേദന കാരണമാണ്. നാലാമതായി, രാത്രിയിലെ അമിത കരച്ചിൽ. പകൽ മുഴുവൻ കളിച്ച് നടന്ന കുട്ടി രാത്രി പെട്ടെന്ന് ഉണർന്ന് നിർത്താതെ കരയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? പകൽ സമയത്ത് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് വേദന അത്ര അറിയില്ലെങ്കിലും രാത്രിയിൽ ഈ അസ്വസ്ഥത അവർക്ക് കൂടുതൽ അനുഭവപ്പെടും. ഇതുകൂടാതെ ചില കുട്ടികൾക്ക് ചെറിയ പനി, ചെറിയ വയറിളക്കം എന്നിവയും കാണാറുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് അമ്മമാർ നേരിടുന്ന ഏറ്റവും ഒരു വെല്ലുവിളി. പല്ല് വരുന്ന സമയത്ത് മുലപ്പാൽ കൊടുക്കുമ്പോൾ കുഞ്ഞു മുലക്കണ്ണിൽ കടിക്കുന്നത് അമ്മമാർക്ക് അതികഠിനമായ വേദനയും ചിലപ്പോഴൊക്കെ കരച്ചിലും ഉണ്ടാവാറുണ്ട്. ഇതൊരു ശീലമാക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? വളരെ പ്രാക്ടിക്കലായിട്ടുള്ള 3 കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായി, ഫീഡിങ്ങിന് മുമ്പ് തണുപ്പ് നൽകുക. വിശന്നിരിക്കുന്ന കുഞ്ഞിന് നേരിട്ട് മുലപ്പാൽ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് തണുപ്പിച്ച ഒരു ടീത്തിങ് റിങ്ങോ കോട്ടൺ തുണിയോ 2 മിനിറ്റ് കടിക്കാൻ കൊടുക്കുക. മോണയിലെ തരിപ്പും വേദനയും മാറിയ ശേഷം പാൽ കൊടുത്തു തുടങ്ങുക. അപ്പോൾ കടിക്കാനുള്ള പ്രവണത താരതമ്യേന കുറയും. രണ്ടാമതായി, ഫീഡിങ് അവസാനിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ശാസ്ത്രീയമായി പറഞ്ഞാൽ കുഞ്ഞ് ആക്റ്റീവായി പാൽ കുടിക്കുന്ന സമയത്ത് അവർക്ക് കടിക്കാൻ കഴിയില്ല. പാൽ കുടിച്ച് വയറ് നിറയുമ്പോഴോ ഉറക്കം വരുമ്പോഴാണ് പതുക്കെ കടിക്കാൻ തുടങ്ങുക. അതുകൊണ്ട് പാൽ കുടി നിർത്തുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു വിരൽ കുട്ടിയുടെ ചുണ്ടുകൾക്കിടയിലൂടെ പതുക്കെ കടത്തി വായ് തുറപ്പിച്ച് ഫീഡിങ് നിർത്തേണ്ടതാണ്. മൂന്നാമതായി, ഉറച്ച ശബ്ദത്തിൽ തന്നെ വേണ്ട എന്ന് പറയുക. കുട്ടി കടിച്ചാൽ അലറിക്കരയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുത്. കുട്ടി അതൊരു കളിയാണെന്ന് കരുതി വീണ്ടും വീണ്ടും ആവർത്തിക്കും. കടിച്ചാൽ ഉടനെ തന്നെ മുലപ്പാൽ കൊടുക്കുന്നത് നിർത്തി കുട്ടിയെ താഴെ ബെഡിലേക്ക് മാറ്റി കിടത്തുക. എന്നിട്ട് വളരെ ഗൗരവത്തിൽ നിങ്ങളുടെ മുഖം മാറ്റിക്കൊണ്ട് അമ്മക്ക് വേദനിച്ചു, കടിക്കാൻ പാടില്ല എന്ന് പറയുക. കടിക്കുന്നത് പാൽ കിട്ടാതിരിക്കാൻ കാരണമാകുമെന്ന് മനസ്സിലാക്കി 1-2 പ്രാവശ്യം കഴിയുമ്പോൾ തന്നെ അവർ കടി നിർത്തും. ഇനി നമുക്ക് മരുന്നുകളില്ലാതെ ഈ വേദന എങ്ങനെ കുറക്കാമെന്ന് നോക്കാം. ഒന്നാമതായി, തണുപ്പിച്ച കോട്ടൺ തുണി. കുട്ടി നിങ്ങളുടെ വാച്ചോ കയ്യിലുള്ള വസ്തുക്കളെ കടിക്കാൻ തുടങ്ങുമ്പോൾ അതിനു പകരം വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി തണുത്ത വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് കയ്യിൽ കൊടുക്കുക നോക്കൂ. അവർക്കത് കടിക്കുന്ന വലിയൊരു ആശ്വാസമായിരിക്കും. രണ്ടാമതായി, തണുത്ത പഴങ്ങളും പച്ചക്കറികളും. നിങ്ങൾ അടുക്കളയിൽ തിരക്കിലായിരിക്കുമ്പോൾ കുട്ടിയെ നിങ്ങളുടെ അരികിലിരുത്തി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊരു ക്യാരറ്റ് കഷ്ണമോ ആപ്പിൾ സ്ലൈസോ കയ്യിൽ കൊടുക്കാം. അവരുടെ ശ്രദ്ധയും മാറും, മോണൊക്കെ തണുപ്പും ലഭിക്കും. മൂന്നാമതായി, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ടീത്തിങ് റിങ്ങോ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പൂണോ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വായിൽ അമർത്തി പിടിക്കാൻ കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രീസ് ചെയ്യരുത്, തണുപ്പിക്കുകയാണ് വേണ്ടത്. നാലാമതായി, മുലപ്പാൽ ഐസ് പോപ്സ്. 6 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് മുലപ്പാലോ ഫോർമുലയോ ഐസ് ട്രേയിൽ വെച്ച് കട്ടിയാക്കി നൽകാം. ഇതവർക്ക് വേദന കുറക്കാനും ഒപ്പം പോഷകങ്ങൾ ലഭിക്കാനും സഹായിക്കും. അഞ്ചാമതായി, വിരൽ കൊണ്ടുള്ള മസാജ്. കുട്ടി നിർത്താതെ കരയുമ്പോൾ നിങ്ങളുടെ കൈകൾ സോപ്പിട്ട് വൃത്തിയായി കഴുകി തുടച്ച ശേഷം നിങ്ങളുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് കുട്ടിയുടെ മോണയിൽ മൃദുവായി വട്ടത്തിൽ സർക്കുലാർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്ത് നോക്കൂ. ഇതവർക്ക് ഒരു ആശ്വാസമായിരിക്കും.
ആറാമതായി കമോമൈൽ ടീ ബാഗ്. 1 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ തേൻ ചേർക്കാത്ത കമോമൈൽ ടീ ബാഗ് തണുത്ത വെള്ളത്തിൽ മുക്കി മോണയിൽ പതുക്കെ ഉരസുന്നത് വേദന കുറക്കാൻ സഹായിക്കും. 7ാമതായി സിലിക്കൺ ടീത്തിങ് ടോയ്സ്. BPA ഫ്രീ ആയ സിലിക്കൺ ടീത്തറുകൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം നൽകുക. എളുപ്പത്തിൽ കഴുകി വൃത്തിയാക്കാൻ പറ്റുന്നവ വേണം നിങ്ങൾ വാങ്ങാൻ. 8ാമതായി ഹോമിയോപ്പതിക്ക് പരിഹാരങ്ങൾ. ഇത് ഓപ്ഷണലാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും വേദന കുറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി താല്പര്യമുണ്ടെങ്കിൽ ഹോമിയോ ഡോക്ടറെ കാണിച്ച് ബ്രാൻഡഡ് ഹോമിയോ ടീത്തിങ് ഗ്രാനുൾസുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇത് തീർച്ചയായും മാതാപിതാക്കളുടെ മാത്രം ചോയ്സാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില അബദ്ധങ്ങൾ കൂടി ഞാൻ പറയട്ടെ. 1ാമതായി നിങ്ങളുടെ വിരലിൽ ആൽക്കഹോളോ ഗ്രാമ്പൂ എണ്ണയോ എടുത്ത് കുട്ടിയുടെ മോണയിൽ പുരട്ടരുത്. ഇത് പൊള്ളലുണ്ടാക്കും. 2ാമതായി ഫ്രീസറിൽ നിന്ന് നേരിട്ടെടുത്ത കല്ല് പോലെയുള്ള ഐസായ വസ്തുക്കൾ കുട്ടിയുടെ വായിൽ വെക്കരുത്. ഇത് മോണയിലെ ടിഷ്യൂകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവസാനമായി ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ബെൻസോക്കെയിൻ അടങ്ങിയ ടീത്തിങ് ജെല്ലുകൾ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും നൽകരുത്. അവസാനമായി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം ഇതാണ്. വിരൽ കുടിക്കൽ, ടീത്തിങ് വേദന എന്നിവയോടൊപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് സംസാരശേഷി വൈകുന്നതോ ഭക്ഷണത്തിൻ്റെ ടെക്സ്ചറുകളോടുള്ള മടിയോ കാണുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഓറൽ മോട്ടോർ ഡിലേയുടെ അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രത്തിൻ്റെ പ്രാരംഭ ലക്ഷണമാകാം. അതുകൊണ്ട് അങ്ങനെ വല്ല സംശയമുണ്ടെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് എത്രയും പെട്ടെന്ന് അസസ്മെൻറ്റിന് ശേഷം ഒരു ഏർലി ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളുടെ ഈ വേദനയൊക്കെ താൽക്കാലികമാണ്. കുറച്ച് ക്ഷമയോടെ നാച്ചുറൽ രീതികൾ പരീക്ഷിച്ച് നോക്കൂ. അവർക്ക് വേഗത്തിൽ ആശ്വാസം ലഭിക്കും. നിങ്ങൾക്ക് എളുപ്പത്തിൽ റെഫർ ചെയ്യാൻ വേണ്ടി ഞാനൊരു പ്രിൻ്റബിൾ ടീത്തിങ് പെയിൻ ട്രാക്കർ ആൻഡ് നാച്ചുറൽ റെമഡീസ് ചാർട്ട് PDF തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് തികച്ചും സൗജന്യമാണ്. അത് ആവശ്യമുള്ളവർ താഴെ ടീത്ത് എന്നോ പല്ലെന്നോ കമൻറ്റ് ചെയ്താൽ അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ്. അടുത്തായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അഡ്വാൻസ്ഡ് പോട്ടി ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരിക്കുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പേരൻറ്റിങ് ഒരു ബുദ്ധിമുട്ടുള്ളതും അതേസമയം ആസ്വാദകരവുമായ ഒരു സംഭവമാണ്. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.